ക്ഷേമനിധി അങ്ങോട്ട് അടക്കണം, അല്ലാണ്ട് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? പാലാരിവട്ടം മേൽപ്പാലം പൊളിക്കാൻ പറഞ്ഞ ശ്രീധരനാൻ്റെ മേൽനോട്ടത്തിലുള്ള അത്രയും വലിയ കൺസ്ട്രക്ഷൻ നടത്തിയ ആളുകളാണ് ഈ മണ്ടമണി ഇവിടെ പണിത് വെച്ചിട്ട് നിർത്തി വെച്ചേക്കുന്നത്. ചേട്ടനതേണ നാഷണൽ പെർമിറ്റ് വേണ്ടി ഇപ്പം എല്ലായിടത്തോട്ടും പോകില്ലേ? കേരളത്തിന് പുറത്തൊക്കെ പോയിട്ടില്ലേ? അപ്പോൾ അവിടേക്ക് നടന്നു പോകണേ എങ്ങനെ? ഓരോ സ്ഥലത്തേക്കൊക്കെ നടന്നു പോകണേ എങ്ങനെ? നിങ്ങൾ റോഡിൽ കൂടെ നിർത്തിയിട്ട് നമ്മളിപ്പോൾ ബസ് ഇറങ്ങി നമ്മളെങ്ങനെ നടന്നു പോകും? റോഡിൻ്റെ സൈഡിൽ കൂടെ സുരക്ഷിതമായിട്ട് നടന്നു ഇല്ലേ? എന്നാ ബാ ഒരു സാധനം കാണിച്ചു തരാം. ബാ, ഇതാത് ബസ് സ്റ്റോപ്പാണല്ലോ അല്ലേ? ദേ ഇതിൽ കൂടെ എങ്ങനെ നടന്നു പോകണമെന്ന് നോക്കിയേ നിങ്ങൾ. ബാ, ദേ നോക്കിയേ, ഈ കൊച്ചി മെട്രോ ഇല്ലേ? കൊച്ചി മെട്രോൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്ക് കുറച്ച് കാശിന് അത്യാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ഒരു മണ്ടമണി പണിതു. അതാണ് ദേ ഈ കാണുന്ന സാധനം, ഫ്ലൈ ഓവർ. പണിതിട്ട് ഇന്നോ ഇന്നലെയോ പണി നിർത്തിയതൊന്നുമല്ല, 4-5 വർഷമായി. എന്നിട്ട് ഇത് ബാക്കിയും കൂടെ കാണിച്ചു തരാം, നല്ല കാണുള്ളൂ. ബാ പോരെ, എന്നിട്ട് ബാക്കിയും കൂടെ കാണിച്ചു തരാം. ദേ ഇതിൻ്റെ അപ്പുറത്തേക്ക് നിറച്ച് വീട്ടുകാരാണ്, കണ്ടാ? ഫ്ലാറ്റിലേക്ക് ഈ റെയിൽവേക്ക് ഒരു ചട്ടമുണ്ട്, റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല എന്ന്. ആളുകൾ കൂടുതലുള്ള ഭാഗത്ത് ഫ്ലൈ ഓവർ വെക്കണം, അതിനാണ് ഈ ഫ്ലൈ ഓവർ വെച്ചത്. ഇവിടെ വണ്ടിയൊന്നും കയറി പോകില്ല, സ്റ്റെപ്സ് ആണ് അതേപോലെ. എന്നിട്ടാണ് ഇവർ ഈ പറയുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ പണിയൊക്കെ തുടങ്ങി. റെയിൽവേ ദേ മേളിൽ പോകുന്ന കൊച്ചി മെട്രോ പോകുന്ന ഇതേ പണി അറിയാവുന്ന, നിയമം അറിയാവുന്ന എല്ലാവരും കൂടിയാണ് പണിതേക്കണം. എന്നിട്ട് പണി തുടങ്ങി ഒരു പകുതി ആയിക്കഴിഞ്ഞപ്പോൾ ഇവർ പറയുവാണ് പണിയാൻ പറ്റൂല. റെയിൽവേ പറഞ്ഞത് പണിയണ്ട, നിങ്ങൾ പണിയൊക്കെ നിർത്തിക്കോ എന്നാ പറഞ്ഞു. അപ്പം ഇതറിയാൻ പാടില്ലഞ്ഞിട്ടല്ലല്ലോ, ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് NOC പെർമിറ്റൊക്കെ മേടിക്കണമെന്ന് അറിയാമല്ലോ. അത്രയും വലിയ വിവരമുള്ള, ഇപ്പോൾ പാലാരിവട്ടം മേൽപ്പാലം പൊളിക്കാൻ പറഞ്ഞ ശ്രീധരനാൻ്റെ മേൽനോട്ടത്തിലുള്ള അത്രയും വലിയ കൺസ്ട്രക്ഷൻ നടത്തിയ ആളുകളാണ് ഈ മണ്ടമണി ഇവിടെ പണിത് വെച്ചിട്ട് നിർത്തി വെച്ചത്. അപ്പം നമ്മളെങ്ങനെ നടന്നു? ഇപ്പം എൻ്റെ വീട്ടിലേക്ക് ഇതിലെ ക്രോസ് ചെയ്ത് എനിക്കിതിൽ നടന്നു പോകണം. ബസ്സിനിറങ്ങി എനിക്കിതിൽ നടന്നു പോയാൽ ആകപ്പാട് ഒരു 1/2 കിലോമീറ്റർ ഉയർന്നാൽ മതി എൻ്റെ വീട്ടിലേക്ക് ചെല്ലും. ആ പോണ വഴിക്കാണ് ഈ പറയുന്ന മണ്ടമണി, ഇത്രയും വലിയ മണ്ടമണി കാണിച്ചു വെച്ചത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഗതികേട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതിലെ കയറിയിട്ട് അതിൽ ഇറങ്ങി പോകാനായിട്ട് ലിഫ്റ്റ് വരെ വെച്ചു. നോക്കിയാ ലിഫ്റ്റിന്റെ സ്റ്റാൻഡ് വരെ ഇരിക്കണണ്ട. എന്ത് ഗുണം, ആർക്കെന്ത് ഗുണം? അപ്പം ഇവർക്ക് കാശിന് ഇപ്പം ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാരാണെന്നൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, കൊച്ചി മെട്രോൻ്റെ. അപ്പം ഇവർക്കുള്ള ഈ ചെലവിന് ഇവർക്ക് കാശിന് കുറച്ച് അത്യാവശ്യം വരുന്നു. കറണ്ട് ബില്ലടയ്ക്കാൻ, വണ്ടിക്ക് ലോൺ അടയ്ക്കാൻ, മറ്റതെടുക്കാൻ, അല്ലെങ്കിൽ അപ്പുറത്തൊരു പ്രോപ്പർട്ടി കണ്ടാൽ ഒരു പ്രോപ്പർട്ടിക്ക് അഡ്വാൻസ് കൊടുക്കാനൊക്കെ ആയിട്ട് ഇവർ ഇവിടെ പെടുന്നോ. അപ്പോൾ ചോദിക്കുക അടുത്ത വ്യവസ്ഥ എന്താണ്? എത്ര കോടി എനിക്ക്, എത്ര കോടി കമ്മീഷൻ എനിക്ക്, അതാണല്ലോ ചോദ്യം ഇല്ലേ? അപ്പം ഇതാണ് പിന്നെയുള്ള ചോദ്യം, എനിക്ക് എത്ര നിനക്കെത്ര, അതും ചോദിച്ചിട്ട് ഇവിടെ പണി തുടങ്ങുന്നു. പണി കുറച്ച് കഴിയുമ്പോൾ ലാപ്സ് ആവുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ നികുതി ഭാരം ആര് കൊടുക്കണം? ഇപ്പം നിങ്ങൾ ലോറി ഓടിച്ചുകൊണ്ടിരിക്കണേണെന്ന് പറഞ്ഞു ഇല്ലേ? ക്ഷേമനിധി അങ്ങോട്ട് അടക്കണം, അല്ലാണ്ട് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എവിടെയുണ്ട്? എത്ര പേർക്ക് കിട്ടാത്തതുണ്ട്? ഇഷ്ടം പോലെ പേർക്കുണ്ട്. ക്ഷേമനിധി 20,000 രൂപ, 23,000 രൂപ, 30,000 രൂപയൊക്കെ വെച്ചിട്ട് മേടിക്കുന്നുമുണ്ട് ക്ഷേമനിധി ഇല്ലേ? മേടിക്കുന്നുണ്ട്. 5 വർഷത്തേക്ക് ഇല്ലാണ്ടിരുന്ന് പിന്നെയും തുടങ്ങി. ആ ക്ഷേമനിധി കൊണ്ട് ആർക്കെന്ത് ഗുണം? ഉദ്യോഗസ്ഥന് ശമ്പളം കൂടുന്നതല്ലാണ്ട് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ? അതിൻ്റെ ഇടയ്ക്കാണ് ഇതേപോലെയുള്ള മണ്ടമണി ചെയ്ത് നമ്മളെ വീണ്ടും എന്തിലേക്ക് കൊണ്ടുവന്ന് നോക്കുന്നത്? ഇതിൻ്റെ ഭാരം കൂടി ഞാൻ വഹിക്കണ്ടേ, നിങ്ങളെല്ലാവരും വഹിക്കണ്ടേ? അത് അംഗീകരിക്കാൻ
എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒന്നെങ്കിൽ മറ്റേ വടി ഇങ്ങനെ കഴുത്തിലിട്ടിട്ട് വളച്ചു നോക്കിയിട്ട് പറഞ്ഞേ ഒറിജിനലാണ്, മോശയുടെ ഒറിജിനൽ വടിയാണെന്ന് പറഞ്ഞ കേരള പോലീസിൻ്റെ തലപ്പത്തിരുന്ന DGP ആണ് ഇപ്പോൾ കൊച്ചി മെട്രോൻ്റെ തലപ്പത്തിരിക്കുന്നത്. എന്തായാലും ഇവരുടെയൊക്കെ മേൽനോട്ടത്തിൽ, നിയമം അറിയാവുന്നവരുടെ മേൽനോട്ടത്തിൽ പണിത ഓവർ ബ്രിഡ്ജാണ് ഈ കാണുന്നത്. പണി പെൻഡിങ് ആയിട്ട് കിടക്കുന്നു. വിവരമുണ്ട് അല്ലെങ്കിൽ തലപ്പത്തിരുന്നു എന്നുള്ളത് അലങ്കാരമല്ല, അഹങ്കാരം കൊണ്ടാണെങ്കിലും മണ്ടന്മാരെയല്ല, ബുദ്ധിമാന്മാരായ അറിയാവുന്നവരെ തലപ്പത്ത് പിടിച്ചിരുത്തിയില്ലെങ്കിൽ ഇതേപോലെ ഇവരുടെ വട്ടച്ചെലവ് നടത്താനുള്ള കാശ് ഇതിൽ നിന്നും കമ്മീഷനായി വാങ്ങുകയും ചെയ്യും. ഇതിൻ്റെ ഭാരം, ആ നികുതി ഭാരം കൂടി ഞാൻ അടുത്ത തവണ എൻ്റെ കരമടച്ചോ കറണ്ട് ബില്ലിൽ കൂട്ടിയോ അല്ലെങ്കിൽ മറ്റെന്തിലെങ്കിലും കൂട്ടി ഇവർ ഈടാക്കും. ആ ത്യാഗം കൂടി സഹിക്കാൻ തൽക്കാലം എനിക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.